സ്വയംവരം സ്വയംവരം. എങ്ങനെയാണ് സെലക്ഷനിൽ ഒത്തിരി ടൈം എടുക്കുമോ സെലക്ട് ചെയ്യാനായിട്ട്? സെലക്ഷൻ എല്ലാം ഇവിടെയാണ് കൂടുതലും സെലക്ട് ചെയ്യുക. അതെ, കൂടുതലും സെലക്ട് ചെയ്യുക ഡിംപിളാണ്. എന്നിട്ട് ചോദിക്കും ഇപ്പം എനിക്കിത് ഇഷ്ടമായോ, പിന്നെ അവൾ സെലക്ട് ചെയ്യുന്ന എല്ലാം ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തിരിച്ചൊരു അഭിപ്രായം പറയാനുള്ളൊരു ഇതുണ്ടാവില്ല. എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങളുടെ കല്യാണം ഉറപ്പിക്കുന്ന സമയത്തും ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. അന്ന് ഫുൾ ചെയ്തത് പക്ഷെ ഡിംപിളിന് ഫുൾ ചെയ്തത് ആൻസർ. അതെ, അതിപ്പോഴും മന്ത്രോടി എടുക്കാനായപ്പോഴും ഞങ്ങള് എൻ്റെ ഷിമാട്ടി എന്നാണ് എടുത്തത്. മമ്മി അവിടുത്തെ ഒരു നല്ലൊരു ക്ലയന്റ് ആണ്, അപ്പോൾ കസ്റ്റമറാണ്. അപ്പോൾ അവിടെ നിന്നാണ്. അപ്പോൾ ആഷിക്ക് പീച്ച് വേണം. ഞങ്ങളുടെ അവിടെ കളർ കോഡ് എടുത്ത് പീച്ചായിരുന്നു. അപ്പോൾ പീച്ച് വേണം എന്നുള്ള രീതിയിലാണ് പോയത്. മന്ത്രോടിയും ആഷിയുടെ സെലക്ഷൻ ആണ്. ആഷിയും മമ്മിയും ഒക്കെ ക്യാരറ്റ് പീച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ? ബുദ്ധിമുട്ടായിരുന്നു. ക്യാരറ്റ് പീച്ച് അവസാനം എടുത്തത്. ഈ കല്യാണ സമയത്താണ് കൂടുതൽ ആളുകൾക്ക് ഓരോ കളറിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ ക്യാരറ്റ് പീച്ച് എന്താണ്, റാണി പിങ്ക് എന്താണ്, ഇതൊക്കെ ഒണിയൻ പിങ്ക്. നമ്മളൊരു 3-4 വട്ടം തൃശ്ശൂർ എറണാകുളം വന്ന് പോയിട്ടുണ്ട് ഒരു കളർ കോഡ് കിട്ടാൻ വേണ്ടി. അവസാനം നിങ്ങൾ ഒരു സവാള എടുത്ത് വെച്ച് നോക്കി എന്താണ്? അവസാനം സവാളയുടെ കളർ ഇങ്ങനെ ആക്കി, ഞങ്ങളുടെ ഉള്ള കളർ ഒണിയൻ പിങ്ക് ആക്കിയത്. ഞാൻ ആ കളറിലൊന്ന് ഫിക്സ് ചെയ്ത് കിട്ടാനായിട്ട് 4 ദിവസമാണ് എറണാകുളത്ത് കയറത്ത് കട ബാലൻസ് ഇല്ല. അതായത് ചൂസ് ചെയ്ത കളറൊക്കെ ഇച്ചിരി വേറെ ആയിരുന്നു. പിങ്കിയുടെ അവിടെ പീകോക്ക് ബ്ലൂ ആയിരുന്നു. അപ്പൊ ചിലത് നമ്മൾ ബ്ലൂ നോക്കി എടുക്കുമ്പോൾ വേറെ ബ്ലൂ ആയി പോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവിടെ ആയാലും പീച്ച് എന്ന് പറയുമ്പോൾ ചിലത് ഓറഞ്ച് ആയി പോകും, ചിലത് പിങ്ക് ആയി പോകും. അപ്പോൾ പിങ്ക് ആകുമ്പോൾ ജെൻസിന് ഷർട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ കുറെ ഒരു എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോയി, കുഴപ്പമൊന്നും ഒരു ഇതില്ലാണ്ട് തീർന്നു. ബാക്ക് ടു ഹാപ്പി മെമ്മറീസ്. ഇപ്പൊ നിങ്ങള് എന്താ പറയാ, ഇനി ബെട്രോത്തലിന്റെ വിശേഷങ്ങൾ എനിക്ക് കേൾക്കാനുള്ളത്. നിങ്ങൾ ശരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത് സാധാരണ ഒരു വീട്ടിലെ ഒരു ചടങ്ങുകൾ നടക്കുന്നത് പോലെ അല്ല ഇവിടെ നടക്കാറുള്ളത്. ശരിക്കും ഒരു എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ വെഡിങ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരൊറ്റ ഫംഗ്ഷനിൽ ഒതുക്കാറില്ല. ഒരുപാട് ഫംഗ്ഷൻസും ഒരുപാട് സിമിലർലി ആണ് നിങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇൻഫാക്ട് ബെട്രോത്തിൽ വരെയും ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് നിങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് അല്ലേ? ബെട്രോത്തിന്റെ വിശേഷങ്ങൾ പറയും. ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് ഓൾറെഡി നമ്മള് ഒരു ഡിസംബർ തൊട്ട് എല്ലാതും ബ്ലോക്ക് ചെയ്തു ഓൾമോസ്റ്റ്. അതായത് ഓഡിറ്റോറിയം തൃശ്ശൂരിൽ ബെസ്റ്റ് നോക്കി ബ്ലോക്ക് ചെയ്തു. അതായത് എല്ലാവർക്കും വന്നു പോകാനുള്ളൊരു അത്യാവശ്യം പ്രൈവസി ഉണ്ട്. അതായത് ഓൾമോസ്റ്റ് ഒരു 3 ഏക്കറിലൊരു റിസോർട്ടാണത്. പുതിയതാണ് പുഴയാരം റിസോർട്ട് എന്ന് പറയും. അതിന്റെ അവിടെ ഓൾമോസ്റ്റ് നമ്മള് 3 ഏക്കറിൽ ഫുൾ നമ്മള് 2 ദിവസത്തേക്ക് നമ്മൾ ഫുൾ എടുത്തായിരുന്നു. ഫുൾ ലൈറ്റിംഗ്സും എന്താ പറയാ ഓൾമോസ്റ്റ് 2000+ ലൈറ്റ്സ് ആയിരുന്നു അതിന്റെ ഉള്ളിൽ നമ്മൾ ആഡ് ചെയ്തത്. പിന്നെ അത് പിന്നെ നമ്മുടെ സ്റ്റേജ് ചെയ്യുന്നത് തൃശ്ശൂരത്തെ ലീഡിങ് ഇതാണ് ഗ്രീൻ വ്യൂ എന്ന് പറയും. അവിടെ അതും
ഇതുപോലെ തന്നെ നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് അവർ ഓരോന്ന് നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസൈൻ പറഞ്ഞ് പ്ലസ് അതൊന്നും ആഡ് ഓൺ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയാത്തേക്കാളും കൂടുതൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊന്നും നമുക്ക് അതിലൊന്നും ഒരു ഇതില്ല. പിന്നെ നമ്മുടെ വീഡിയോ കവറേജ് ചെയ്തത് ഇവോക്ക് ആണ്, അതായത് സൈറ്റ് സി വർമ്മ പറയും, ഫാഷൻ ഫോട്ടോഗ്രാഫർ അറിയുമെന്ന് വിചാരിക്കും. ഓക്കെ ലീഡിങ് ആണ്, അപ്പൊ അവരെ ഏൽപ്പിച്ചു. പിന്നെ അതുപോലെ പിന്നെ സ്പെഷ്യൽ ഞങ്ങൾ കുതിരവണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നത് സേലത്ത് നിന്നാണ് ഞങ്ങൾ കൊണ്ടിരിച്ചത് കുതിരവണ്ടി. ആ ചാരിറ്റായിട്ട് ഓൾമോസ്റ്റ് ഒരു 2 കിലോമീറ്ററോളം കുതിരവണ്ടിയിലായിരുന്നു. കുതിരവണ്ടിയുടെ ചാട്ടിന് മുമ്പില് ഇതുണ്ടായിരുന്നു, ഡോൽ ഉണ്ടായിരുന്നു, സോറി ഡോലല്ല നാസിക് ഡോൾ ഉണ്ടായിരുന്നു. അത് വന്നത് ഫോർട്ട് കൊച്ചിയിലത്തെ ലീഡിംഗ് ടീമാണ്. രാജസ്ഥാനി ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു. അതും എറണാകുളം കൊച്ചി ബേസ്ഡ് ആണ്. വെൽക്കം ഡാൻസ് അത് ജോദ് അക്ബർ പാട്ട് വെച്ചിട്ട് അതിനുവേണ്ടി നമുക്ക് വേണ്ടി കമ്പോസ് ചെയ്തതാണ്. ഓൾമോസ്റ്റ് അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ചെയ്തതാണ്. ടീമായിരുന്നു ഡാൻസ് ചെയ്തത്. ഇല്ല, അത് ഞങ്ങളില്ല, അത്ര തന്നെ ഉള്ളു. അതുപോലെ നമ്മുടെ കസിൻസ് അതിന്റെ മുമ്പിൽ കസിൻസ് ഉണ്ടായിരുന്നു. അതുപോലെ എല്ലാവരും ഭയങ്കര എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ഭയങ്കര ക്രേസി കസിൻസ് ആണ്. ഭയങ്കര എല്ലാവരും ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന കസിൻസ് ആണ്. അപ്പൊ അവരും കൂടി കൂടിയപ്പോ ഫംഗ്ഷൻ എന്താ പറയാ ഭയങ്കര, അതായത് ഈ വരുന്ന 2 കിലോമീറ്ററിന്റെ മുമ്പിലും വണ്ടി നമ്മുടെ മുമ്പില് ഈ ഡാൻസ് കസിൻസ് ഉണ്ടായിരുന്നു, ബാൻഡ്, കസിൻസ് ഡാൻസ്, ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. എല്ലാ അതെന്താ പറയാ, ഞങ്ങൾ വരുമ്പോ അപ്പുറം ഇപ്പുറം നിറച്ച ആൾക്കാരായിരുന്നു. ആൾക്കാർക്കൊരു ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട്, അതായത് 1 മണിക്കൂർ ഓൾമോസ്റ്റ് ഡിലേ വന്നു ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ട്. ആ 1 മണിക്കൂറോളം ആ റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരുന്നു. 2 സൈഡിലും എന്താ പറയാ, നമ്മള് അങ്ങോട്ടും എല്ലാവരും നോക്കുമ്പോൾ നമ്മൾ മാത്രം ഏതോ അത്ഭുതീകൾ പറഞ്ഞ പോലെ ഞങ്ങൾ 4 പേര് മാത്രമേ വണ്ടിയിൽ, ബാക്കി എല്ലാവരും സൈഡിൽ നിന്ന് നോക്കും. 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു നമുക്ക് വേണ്ടിട്ട്. അതൊരു നിങ്ങളിത് ഈ ഒരു പ്രൊസഷൻ നടത്താൻ വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നോ? ബിക്കോസ് പെർമിഷൻ അങ്ങനത്തെ ഒരു പ്രശ്നം തോന്നിയില്ല. സ്റ്റേഷനിൽ പറഞ്ഞായിരുന്നു, നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ പറഞ്ഞായിരുന്നു, ബാക്കിയുള്ള അവിടുത്തെ ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല, അവർക്കൊന്നും ഇഷ്യൂസ് ഒന്നുമില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ പിന്നെ ആൾക്കാർ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, ഓക്കെ, ബിക്കോസ് നിങ്ങള് സെലിബ്രിറ്റീസിന്റെ ഹസ്ബൻഡ്സ് ആണ്. പക്ഷെ നിങ്ങളെ ആൾക്കാർക്ക് അറിയാം, നിങ്ങൾ ഇങ്ങനെ റോഡിൽ കൂടെ വരുന്ന നേരം ആൾക്കാർ ചൂണ്ടിക്കാണിക്കും. അതാണ് എല്ലാവരും ഫോട്ടോസ് എടുക്കും. ഒരുപാട് വിഷയം വന്നിരുന്നു. ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ചമ്മലൊന്നും തോന്നിയില്ല? ആദ്യം ചമ്മൽ തോന്നിയത്, പക്ഷെ പിന്നീട് എന്താ പറയുക, ഒരു ജസ്റ്റ് മൂവ്മെന്റ് ആയപ്പോ പിന്നെ നോർമൽ അവൻ ഡാൻസ് കളിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞു കുറെ ഇരിക്കാൻ പറഞ്ഞു. പിന്നെ വീണ്ടും പിന്നെ കുറച്ചേരം ഞങ്ങള് എത്തി കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ നമ്മളെ കസിൻസ് ഒക്കെ ഫ്രണ്ടിൽ കിടന്നു, നല്ല ഡാൻസ്. ഞാൻ നോക്കിയപ്പോ ചുറ്റും നിറച്ച ആൾക്കാര്. പിന്നെ ഇതിന്റെ മുകളിൽ എങ്ങനെ ഇരിക്കുക? ഞാൻ പറയാ നമുക്ക് പോവാം. ഞാൻ അവനിറങ്ങി. പിന്നെ ഞങ്ങള് ഇതിനു മുമ്പിൽ കളിച്ചിട്ടാണ് സ്റ്റേജ് എൻട്രി വന്നത്. കഴിഞ്ഞിട്ട് ഗസ്റ്റിന് ഹാളിന്റെ ഉള്ളില് അതുവരെ ഫുൾ ക്രൗഡ് ആയിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങളെല്ലാരും യങ് ആൾക്കാരാണ്, ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഐ എം ഷുവർ എല്ലാ ഫാമിലിയിലും കുറച്ച് മുതിർന്നവരുണ്ടായിരിക്കും.
ഇവരെന്താ കാണിക്കുന്നേ ഒരു എന്തെങ്കിലും ഒരു ക്രിറ്റിസിസം പറയാനായിട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അല്ല, നമ്മൾ ഇതിന്റെ ഓൾമോസ്റ്റ് ഒരു 10% നമ്മൾ പുറത്ത് പറഞ്ഞില്ലായിരുന്നുള്ളൂ. കാരണം എന്തെങ്കിലും കാരണം ഇത് നടന്നില്ലെങ്കിൽ ആൾക്കാർ അത് നടന്നില്ല എന്തിനാ വെറുതെ, അതിന് നമ്മൾ അതിലൊരു 10% പുറത്ത് പറഞ്ഞോളൂ. ചെറിയൊരു ഉണ്ടാവും. പാരന്റ്സിന് അറിയായിരുന്നു, ഡാഡിക്കും ഡാഡിക്കും ഇവിടെ ഫാമിലിക്ക് അറിയാം, മൂന്ന് ഫാമിലിക്കാർക്ക് അറിയാം. അതുകൊണ്ട് അപ്പുറത്തേക്ക് ഒരാൾക്ക് അറിയില്ല. ജസ്റ്റ് ഔട്ട്ലൈൻ കൊടുത്തിട്ട് ചിലപ്പോ ചെയ്യും എന്നല്ലാണ്ട് നമ്മള് കൺഫേം പറഞ്ഞില്ലായിരുന്നു എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ ബുദ്ധിമുട്ടാവില്ല. ഈ പറഞ്ഞ പോലെ നമ്മള് ആർട്ടിഫിഷ്യൽ ബ്രെയിൻ നമ്മള് ചെയ്തിരുന്നതാണ്. പക്ഷെ അത് പക്ഷെ പുറമേലൊക്കെ അറിയില്ല അത് എന്താന്നുള്ളത്. അതുകൊണ്ട് അത് സേഫ് ആണ്. ഇപ്പോഴാണ് അറിയണ്ടാവുക പലരും. അതുപോലെ തന്നെ പില്ലോ കേക്ക് എന്ന് പറഞ്ഞു, അത് നമ്മൾ കേൾക്കാത്ത അല്ലെങ്കിൽ അത്ര കോമൺ ആയിട്ടുള്ള. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പില്ലോ ഡിസൈൻ പില്ലോ എന്ന് പറഞ്ഞാൽ ഡിംപിളും പിങ്കിയും കൂടി അവർക്ക് സ്പെഷ്യൽ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോ നമ്മൾ കുറെ ഡിസൈൻസ് വന്നപ്പോ ഒക്കെ നോർമൽ കാണണം, സർക്കിൾ അല്ലെങ്കിൽ സ്ക്വയർ അങ്ങനത്തെ വരണം. നോക്കുമ്പോ വേറൊന്നും അത്ര തീമായിട്ട് സ്യൂട്ട് ആവുന്നത് ഈ ഒരു കേക്ക്, ഈ ഒരു പാറ്റേൺ അത് മാത്രമേ ആവുന്നുണ്ടായിരുന്നു. പലയിടത്തും അപ്രോച്ച് ചെയ്തപ്പോ അവർക്ക് ഇത് പോസിബിൾ അല്ല, കാരണം ഇത് ഒരുപാട് അതിന് വേണ്ടി ഹാർഡ് വർക്ക് യൂസ്ഫുൾ അല്ല, പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി 5-6 ക്ലയൻസ് എടുത്ത് പോയിരുന്നു. അപ്പൊ അവരൊന്നും അവർക്ക് സോറി അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ബഡ്ജറ്റ് ഒരു 50+, 34+ ഒക്കെ അവര് നോർമൽ പറഞ്ഞായിരുന്നു. പിന്നെ അവസാനം തൃശ്ശൂരത്തെ ഒരു ബിന്നി കേക്ക്, അവരാണ് ലീഡിങ് കേക്ക്സ് ആണ്. ബിന്നി കേക്ക്സ് അവരാണ് നമുക്ക് ചെയ്തത്. തൃശ്ശൂരാണ്. എന്താ പറയാ നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ബഡ്ജറ്റിനും ചെയ്തു തന്നു. എല്ലാവർക്കും എന്താ പറയാ നമുക്ക് ഇരിക്കുമ്പോൾ നോർമൽ 3 പില്ലോസ് ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു കട്ടിയുമാരുള്ള കേക്കാന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ അതിലൊരു ഡാൻസ് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പില്ലോസ് ആണെന്ന് വിചാരിച്ചെടുത്ത് മാറ്റാൻ പോയിരുന്നു. അത് ഒറിജിനാലിറ്റി ആയിരുന്നു. റെഡ് ഗോൾഡ് കോമ്പിനേഷൻ ആയിരുന്നു. ഡിംപിൾ ആൻസൺ, പിങ്കി ഡോൺ ഇവരുടെ കല്യാണ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ബാക്കിയുള്ള എല്ലാ കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ദിസ് ഇസ് റോസൻ ജോളി സൈനിങ് ഓഫ്.